അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെയൊക്കെ മക്കൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ മക്കളോടുമായി പരിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഉപദേശങ്ങളാണ് ഈ വിനീതൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 6 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. ആ 6 കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉന്നതമായ വിജയം അല്ലാഹു നമുക്ക് നൽകും. തീർച്ചയാണ്, സംശയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ ഓർമ്മയെ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ കഴിവുകളെ നിയന്ത്രിക്കുന്നവൻ എല്ലാം ഉടമസ്ഥനായ അല്ലാഹുവാണ്. SSLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളും +1, +2 അതുപോലെയുള്ള പരീക്ഷകൾ സർവ്വതും എഴുതുന്ന എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്: നല്ലതുപോലെ ആത്മാർത്ഥമായി പഠിക്കുക എന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് ജാഗ്രതയോടുകൂടി ഇരുന്ന് പഠിക്കാൻ തയ്യാറാവുക. കാരണം പരീക്ഷ പഠിച്ചവർക്കുള്ളതാണ്. പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയൂ എന്നത് യാഥാർത്ഥ്യവുമാണ്. എല്ലാ മക്കൾക്കും ഈ വിഷയം അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാ മക്കളും നല്ലതുപോലെ പഠിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, സമയം കണ്ടെത്തുക. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്: ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കരുത്. പരീക്ഷ വരുന്നു, ഞാൻ എന്താകും പരീക്ഷയുടെ അവസ്ഥ, ഞാൻ ജയിക്കുമോ ഇല്ലയോ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ആവലാതികളും വേവലാതികളും ചിന്തകളും ടെൻഷനും ഒഴിവാക്കുക. തീർച്ചയായും പഠിക്കുന്ന ഒരാൾക്ക് അത് വിജയം വരിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. മൂന്നാമത്തെ കാര്യം ഇതാണ്: നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. നമ്മുടെ വീടുകളിൽ നന്മകളിൽ മുഴുകുന്ന വൃദ്ധരായ ആൾക്കാരുണ്ടാകും. നമ്മുടെ ചുറ്റുപാടും ആരാധനകളിൽ മുഴുകി അള്ളാഹുവിൽ ഭയന്ന് ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. അവരോടൊക്കെ സ്നേഹത്തോടെ വിനയത്തോടെ പരീക്ഷയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഒരു അഭ്യർത്ഥന അവരോടുകൂടി നടത്തുക. അവരും പ്രാർത്ഥിക്കട്ടെ നമുക്ക് വേണ്ടി, നമ്മുടെ ഉന്നത വിജയത്തിനു വേണ്ടി. അവരുടെ പ്രാർത്ഥനയും നമുക്കൊപ്പം ഉണ്ടാകട്ടെ. എങ്കിൽ വിജയം ഉറപ്പാണ്. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം: പരീക്ഷയ്ക്ക് തയ്യാറായി പുറപ്പെടുന്നതിന് മുമ്പ് സമാധാനത്തിൽ വുളൂ ചെയ്ത് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. നിസ്കരിക്കാൻ ശുദ്ധിയുള്ളവർ, കഴിവുള്ളവർ കഴിയുന്നതും നിസ്കരിക്കുക തന്നെ ചെയ്യണം. ആവശ്യത്തെ തേടിയുള്ള നിസ്കാരം എന്നാണ് ഇതിന് പേര് പറയുക. ഹാജത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്ത് മനസ്സിൽ കരുതി, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനയും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും ഓതി നമസ്കരിക്കുക. നിസ്കരിച്ച ശേഷം, പടച്ചവനെ, ഞാൻ പരീക്ഷയ്ക്കായി പുറപ്പെടുകയാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ നീയാണ്. പരീക്ഷ എഴുതാനുള്ള സർവഭാഗ്യവും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ പരീക്ഷ എളുപ്പമാക്കി തരണം എന്ന് ഉടമസ്ഥനായ സൃഷ്ടാവായ അള്ളാഹുവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സഹായം തേടിയിട്ട് നാം പരീക്ഷയ്ക്കായി പുറപ്പെടുക. ഇതാണ് നാം ചെയ്യേണ്ടുന്ന കാര്യം. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, നാം നമസ്കരിച്ചിട്ടാണല്ലോ ഇറങ്ങുന്നത്. അതേ വുളൂഓടുകൂടി തന്നെ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് നല്ല അവസ്ഥയിൽ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെടുക. ആറാമത്തെ കാര്യം ഇതാണ്:
നമ്മൾ പരീക്ഷാ ഹാളിലെത്തി. നമ്മുടെ കയ്യിൽ ചോദ്യക്കടലാസ് കിട്ടി. പരീക്ഷ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി പറയുകയും ശേഷം ചെറിയ ഒരു പ്രാർത്ഥന കാണാതെ പഠിച്ചു വയ്ക്കിൻ. എന്നിട്ട് ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കിൻ. പ്രാർത്ഥന ഇതാണ്: റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദിനി ഇൽമ എന്ന് ചോദിക്കിൻ. അള്ളാഹുവേ, ഈ പരീക്ഷയെ എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. വലാ തുഅസ്സിർ, ഈ പരീക്ഷയെ എന്നിൽ നീ കടുപ്പമാക്കരുതേ, പ്രയാസപ്പെടുത്തരുതേ. റബ്ബി സിദിനി ഇൽമ, അള്ളാഹുവേ, അറിവുകളെ വീണ്ടും വീണ്ടും എനിക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് ദുആ ചെയ്ത ശേഷം മനസ്സിൽ ദുആ ചെയ്യുക. പതിയെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ മാത്രം ദുആ ചെയ്യുക. എന്നിട്ട് ബിസ്മി പറഞ്ഞ് എഴുതി തുടങ്ങി. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹുവാണ് നമ്മെ സഹായിക്കേണ്ടത്. ഇതിനു പകരം ഈ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം അള്ളാഹുവിൽ നിന്നുള്ള സഹായം തേടുന്നതിന് അപ്പുറമായി പലരും ഇന്ന് പേനകൾ മന്ത്രിക്കാറുണ്ട്. പേനകൾ മന്ത്രിച്ചിട്ട് ആ പേന മന്ത്രിച്ചത് കൊണ്ട് മാത്രം എൻ്റെ പരീക്ഷ എളുപ്പമാകും എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ വിജയം തരേണ്ടത്, ഓർമ്മ തരേണ്ടത്, പഠനത്തിൽ മികവ് തരേണ്ടത് ഉടമസ്ഥനായ അള്ളാഹുവാണ്. അവനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ അവനോട് നമ്മൾ ചോദിച്ച് വളരെ സന്തോഷത്തോടുകൂടി പുറപ്പെട്ട് പരീക്ഷ എഴുതാൻ എല്ലാ മക്കളും തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.